സീഡ് പാതിവില തട്ടിപ്പിൽ പ്രതി അനന്തുകൃഷ്ണനെ കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചത്. വിവരങ്ങളുമായി കിരൺകുമാർ ഒപ്പം ചേരുന്നു. കിരൺകുമാർ, ഇതിപ്പോൾ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നായി മാറുകയാണ്. ഓരോ ഇടത്തു നിന്ന് ഓരോ ദിവസം എത്രമാത്രം പരാതികളാണ് ഉയർന്നു വരുന്നത്. കിരൺ, 5 ദിവസത്തെ കസ്റ്റഡിക്കാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത്. വിവരങ്ങൾ. കൃഷ്ണരാജ്, ഈ സീഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ള മുഖ്യപ്രതി അനന്തുകൃഷ്ണനെ 5 ദിവസത്തെ കസ്റ്റഡിയിലാണ് പോലീസ് കോടതി വിട്ടു നൽകിയിരിക്കുന്നത്. മൂവാറ്റുപുഴ പോലീസ് അന്വേഷിക്കുന്ന കേസുകളിലാണ് ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ അനുവദിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുണ്ട്. മാത്രവുമല്ല, ഈ സീഡിന്റെ മൂവാറ്റുപുഴയിലെയും കൊച്ചിയിലെയും ഓഫീസുകളിലെത്തി തെളിവെടുപ്പ് അടക്കം പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ തട്ടിപ്പ് വലിയൊരു തട്ടിപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതലായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ വേണം എന്നുള്ളൊരു ആവശ്യം തന്നെയായിരുന്നു പ്രധാനമായിട്ടും പോലീസ് ഈ കസ്റ്റഡി അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മൂവാറ്റുപുഴ പോലീസ് അന്വേഷിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടാണ് കസ്റ്റഡിയിൽ അനുവദിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇനി ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇവരും ക്രൈംബ്രാഞ്ചും കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് ഈ മൂവാറ്റുപുഴ പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റൊരു നടപടി കൂടി ഉണ്ടായിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള കാറുകൾ അടക്കമുള്ളവയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവ പിടിച്ചെടുക്കുന്ന നടപടികളും ഇന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. 3 വാഹനങ്ങളാണ് ഇയാളുടെ ഉടമസ്ഥതയിലുള്ള 3 വാഹനങ്ങളാണ് ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ തട്ടിപ്പിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പണം കൊണ്ടാണ് ഈ കാറുകൾ വാങ്ങിയത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇടുക്കിയില് ഒപ്പം തൊടുപുഴയിലും ഇയാളുടെ വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഭൂസ്വത്തുക്കളും കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സീഡ് തട്ടിപ്പിൽ പ്രതി അനന്തുകൃഷ്ണൻ 5 ദിവസം കസ്റ്റഡിയിലായിരിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ.